അസ്സലാമുഅലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് ആണ്. മുട്ട കൊണ്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ള അവലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കളറുള്ള അവൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഈ അവൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർന്ന് കിട്ടിയാൽ മതി. ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിലിടരുത്. കറക്റ്റ് 1 മിനിറ്റ് ഞാനിത് വെള്ളത്തിൽ കുതിർത്തിയിട്ടിരുന്നു. ഇത് ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ അവലിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കാം. നല്ലപോലെ തന്നെ അവലിലെ ആ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഉടച്ചിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാനിതിവിടെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം തോരാൻ വേണ്ടി വെച്ചിരുന്ന ഈ അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവലിലെ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം മാത്രം വേണം കേട്ടോ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. സാധാരണ ഈ കബാബിൽ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ അവലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് മാവ് നല്ല കട്ടിക്ക് കിട്ടും. അപ്പോൾ ഉരുട്ടിയെടുക്കാനാണെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് നല്ല ഉറച്ചിട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ കുഴച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ഇതിൽ വെള്ളമേ ഒന്നും കാണാൻ പാടില്ല. അതുകൊണ്ട് അവലിലെ വെള്ളം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കളഞ്ഞിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ഇതുപോലെ ചെറിയതായിട്ട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടെ തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. ആ ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി. കൂടാതെ ഒരു സ്വല്പം എരിവ് കുറവുള്ളത് കൊണ്ട് 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാനേ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പൊട്ടി അങ്ങ് പോവും. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകമായിരിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. കൂടാതെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് കട്ട് ചെയ്യാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ്. ഒരു 2-3 ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവിൽ നിന്ന് കുറച്ച് വലിപ്പത്തിൽ തന്നെ മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ട ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഈ മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പ് വെതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു 2 സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് വീണ്ടും കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു ഷേപ്പാക്കി നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മൈദയുടെ ബാറ്ററിലേക്ക് ഇതൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ബ്രെഡ് പൊടിയും കൊണ്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 20 മിനിറ്റ് നേരത്തേക്കൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം. ഫ്രീസറിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്കിതൊന്ന് കട്ടിയായിട്ട് കിട്ടും. ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ പൊരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിലും ഇത് കുടിക്കത്തില്ല. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊരു 20 മിനിറ്റോളം ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് കിടക്കുകയാണ്. ഈ എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തീ ഒരുപാടങ്ങ് കൂട്ടിയിട്ട് കൊടുക്കരുത്. അങ്ങനെ നമ്മൾ തീ കൂട്ടിയിട്ടിട്ടങ്ങ് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടത്തില്ല. ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചിട്ടെടുത്താണെങ്കിലും ഒരു സവാളയൊക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഗ് കബാബ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.